ഈ മെയിൻ ആയിട്ടുള്ള നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്നുള്ള ആ പ്രധാനപ്പെട്ട വാക്യം നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. അതിനെ തന്നെ അവർ തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് അവരുടെ ദുരുപദേശം ആരംഭിക്കുകയാണ്. അവരൊരു വീടെടുത്തിട്ട് അവരുടെ ആൾക്കാർ മുഴുവൻ വിറ്റ് സംഘടനയ്ക്ക് കൊടുത്തിട്ട് അതിൽ ചെന്ന് താമസിച്ചിട്ട് ഭൗതിക കാര്യങ്ങൾക്ക് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരേടാകൂടം. ഇത് സംഭവിക്കുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്നത് ഉപദേശിയോ ആന്റിമാരോ മാത്രമല്ല, വിശ്വാസികൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഇവരെല്ലാം വിറ്റും വിട്ടും ഇങ്ങനൊരു ഹാളിൽ താമസിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വീടിൽ താമസിച്ചുകൊണ്ട് ഇവർ ജീവിക്കുന്നതാണ് വിശുദ്ധ ജീവിതമെന്നും ഇവർ ജീവിക്കുന്നതാണ് വിശ്വാസ ജീവിതമെന്നും തെറ്റിദ്ധരിപ്പിച്ച് യഥാർത്ഥ വിശുദ്ധ ജീവിതത്തെയും വിശ്വാസ ജീവിതത്തെയും വിശ്വാസികളിൽ നിന്നും മറച്ച് വിശ്വാസികൾ മറ്റൊരു ട്രാക്കിൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? വാസ്തവത്തിൽ സുവിശേഷ വേലക്കാരും വിശ്വാസികളും എല്ലാവരും പോകുന്നത് ഒരേ ട്രാക്കിൽ തന്നെയാണ്. നീതീകരണം ഒരേ വിശ്വാസത്തിൽ തന്നെയാണ്. വിശുദ്ധ ജീവിതം ഒരേ വിശ്വാസത്തിൽ തന്നെയാണ്. അവരുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഡെവലപ്മെന്റ് ഒരേ ഇതിൽ തന്നെയാണ്. അവർ ചെന്നെത്തുന്നത് ഒരേ സ്വർഗത്തിൽ തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മടക്കാര് വിശ്വാസികളെ പറഞ്ഞു പറ്റിക്കുന്നത് വിശ്വാസ ഭവനത്തിൽ ഫെയ്ത്ത് ഹോമിൽ താമസിക്കുന്നവർ സിയോനിലെത്തുമെന്നും ബാക്കി വീടുകളിൽ താമസിക്കുന്നവർ പുതിയ ഭൂമിയിൽ നോക്കാമെന്നുമാണ് ഇവരുടെ വ്യാഖ്യാനം.